ഈ ഒരു ടെക്സ്റ്റ് പറഞ്ഞാല് പുതിയ SCERT 10th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ആണ്. അപ്പൊ ഇതിന് ടെക്സ്റ്റ് എന്നാണ് കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് നമുക്കുള്ളത്. ഈ വർഷം ഓൺവേർഡ്സ് ആണ് ഈ പുതിയ ടെക്സ്റ്റ് ഉള്ളത്. പക്ഷെ രണ്ട് പഴയ ടെക്സ്റ്റിലും പുതിയ ടെക്സ്റ്റിലുള്ള കണ്ടന്റുകൾ ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ ഈ ചാപ്റ്റർ ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം വരെയുള്ള ടെക്സ്റ്റ്, അതുവരെയുള്ള ടെക്സ്റ്റിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ മിസ് കരുതിയിട്ടുണ്ട് കയ്യിൽ. അപ്പൊ അതുകൂടെ ഞാൻ ഇതിൽ പറഞ്ഞുതരും. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. പറ്റുന്നവരൊക്കെ നോട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാൻ പോണത്, കഴിഞ്ഞ ക്ലാസ്സിൽ ആഗോള മർദ്ദമേഖലകൾ കഴിഞ്ഞു, കാറ്റ് എന്താന്നൊക്കെ പറഞ്ഞു, അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇനിയിപ്പോ ഇന്ന് മുതൽ കാറ്റുകൾ ഏതൊക്കെയാണ്, പ്രാദേശികവാദങ്ങളെ കുറിച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കണ്ടന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. കാരണം ഞാൻ ക്ലാസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഓരോ കണ്ടന്റ് അത്രയും ഇമ്പോർട്ടൻ്റ് കണ്ടന്റ് ആണ്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് എന്നല്ല, ഈ ഞാൻ പറയുന്നത് മുഴുവൻ ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അത്രയും ശ്രദ്ധയോട് കൂടി ഇരുന്ന് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾ വായിച്ച ഭാഗങ്ങളായിരിക്കും, നന്നായിട്ട് റിവിഷൻ മോഡിൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട് അനിമോമീറ്ററും വിൻഡ് വെയിനും. അനിമോമീറ്റർ എന്താണ്, വിൻഡ് വെയിൻ എന്താണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് കാറ്റാണ്. അപ്പൊ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്താണ് കാറ്റ്? മർദ്ദം കൂടിയ മേഖലയിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനത്തെ നമുക്ക് കാറ്റെന്ന് പറയാം. എല്ലാവർക്കും അറിയാം അല്ലെ? അതായത് പ്രഷർ കൂടിയ റീജിയനിൽ പ്രഷർ കുറഞ്ഞ റീജിയനിലേക്ക് എയർ സർക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കാറ്റ് അഥവാ വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ വിൻഡിന്റെ വേഗത അളക്കുന്ന ഉപകരണത്തിനെ കുറിച്ച് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിൻഡിന്റെ ഡയറക്ഷൻ അളക്കുന്ന ഉപകരണത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ SCERT ടെക്സ്റ്റിലെ ഈ ഒരു പിക്ചറിൽ പറയുന്നത്. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെക്കാം. എനിമോമീറ്ററും വിൻഡ് വെയിനും. അപ്പൊ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. എന്താണ്? വിൻഡിന്റെ സ്പീഡ് അളക്കുന്നതാണ് അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്ന് മനസ്സിലാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? എനിമോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാണ്, കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരെന്താണ്? അനിമോമീറ്റർ. അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്നത്, ഏത് ഡയറക്ഷനിലാണ് കാറ്റ് വീശുന്നതിന് നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? വിൻഡ് വെയിൻ ആണ്. ഏതാണ്? വിൻഡ് വെയിൻ. അപ്പൊ വിൻഡ് വെയിൻ അനിമോമീറ്റർ ഓർത്ത് വെക്കുക. അതിന്റെ സ്പീഡ് അളക്കുന്നത് അനിമോമീറ്ററിലാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വിൻഡ് വെയിൻ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ് കാറ്റ്. നേരത്തെ പറഞ്ഞു കാറ്റിനെ കുറിച്ച്. കാറ്റ് എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മർദ്ദം കൂടിയ റീജിയൻ, അത് പ്രഷർ കൂടിയ റീജിയനിന്ന് പ്രഷർ കുറഞ്ഞ റീജിയനിലേക്കുള്ള എയറിന്റെ സർക്കുലേഷനാണ് നമ്മൾ എന്ത് പറയാ? കാറ്റ് എന്ന് പറയാം. അതുകൊണ്ട് കാറ്റിന് നമ്മൾ 4 പേരുകളിൽ അല്ലെങ്കിൽ 4 എണ്ണമായിട്ട് അതിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇതിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് കാറ്റിന്റെ പേരുകൾ. സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. 4 എണ്ണം ഏതൊക്കെയാണ്? വാദം മീൻസ് കാറ്റാണ്. സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. അപ്പൊ ഇത് പേരിൽ തന്നെ ആ കാറ്റിന്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും. പേരിൽ തന്നെ എന്തുണ്ട്? കാറ്റിന്റെ സ്വഭാവം ഉണ്ട്, ഓർത്തു വെക്കുക. സ്ഥിരവാദങ്ങൾ എന്താ? സ്ഥിരമായിട്ട് ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ. അപ്പൊ അതിലുണ്ട് ആ സ്ഥിരവാദം എന്ന് പറഞ്ഞ പേരിൽ തന്നെ സ്ഥിരമായിട്ട് ഒരേ ഡയറക്ഷനിൽ വീശുന്ന കാറ്റുകളെ നമുക്ക് എന്ത് പറയാം? സ്ഥിരവാദങ്ങളാണെന്ന് പറയാം. കാലികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ കാലികമായിട്ട് അതിലെന്തുണ്ടാവും? ഡയറക്ഷൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പ്രാദേശികവാദം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു റീജിയൻ, ഒരു പ്രത്യേക പ്രദേശത്ത് വീശുന്ന കാറ്റുകളെ നമുക്ക് എന്ത് പറയാം? പ്രാദേശികവാദങ്ങൾ എന്ന് പറയാം. പിന്നെ 4ാമത് പറഞ്ഞത് അസ്ഥിരവാദങ്ങൾ. ആ പേരിലുണ്ട്, സ്ഥിരതയൊന്നുമില്ല, വീശുന്ന ദിശക്കോ കാലയളവിനോ ഒന്നും സ്ഥിരതയില്ലാത്ത വാദങ്ങളെ നമുക്ക് എന്ത് പറയാം? അസ്ഥിരവാദങ്ങൾ.
അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാറ്റ് എന്നുള്ള ടോപ്പിക് കാറ്റ് എന്ന് എഴുതാം. കാറ്റുകൾ 4 വിധം എന്നാണ് ഓർത്ത് വെച്ചിട്ട് നോട്ടിൽ എഴുതി വെക്കുക. സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. അതിൽ നമ്മൾ സബ് ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ഇനി എന്താണ് സ്ഥിരവാദങ്ങൾ? ഓക്കെ, എന്താണ് സ്ഥിരവാദങ്ങൾ? അപ്പൊ അതിൽ ഇവിടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളെ നമ്മൾ സ്ഥിരവാദങ്ങൾ എന്ന് പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ സ്ഥിരവാദങ്ങൾക്ക് വേറെ 2 പേരും പറയും. നിരന്തരവാദങ്ങൾ എന്നും ആഗോളവാദങ്ങൾ എന്നും പറയും. അപ്പൊ സ്ഥിരവാദത്തിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ ആഗോളവാദം എന്താന്ന് ചോദിച്ചാലും നമ്മൾ എന്താണ് എഴുതേണ്ടത്? സ്ഥിരവാദം എന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്ന അതേ ആൻസർ ആണ് എഴുതേണ്ടത്. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ വീശുന്ന കാറ്റുകളെ ആഗോളവാദങ്ങൾ എന്ന് പറയും. അപ്പൊ ഇനി നിരന്തരവാദം എന്താന്ന് ചോദിച്ചാലും സെയിം ആണെന്ന് അർത്ഥം. ഓക്കെ. അപ്പൊ സ്ഥിരവാദങ്ങളുടെ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി വെക്കുക നിരന്തരവാദം, ആഗോളവാദം. ബ്രെയിനിലാണ് എഴുതേണ്ടിട്ട്, നോട്ടിൽ എഴുതുന്നത് ബ്രെയിനിലെ കൂടെ ആക്കിയിട്ട് ഓർത്ത് വെക്കുക. അടുത്ത് നമ്മൾ സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം എന്താന്നുള്ളത് മാത്രം, ഓവർ കാര്യങ്ങൾ പഠിക്കേണ്ട. സ്ഥിരവാദം എന്താന്ന് മനസ്സിലാക്കുക. സ്ഥിരവാദങ്ങൾക്ക് പറയുന്ന മറ്റ് 2 പേരുകൾ പറഞ്ഞു. ഇനി സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം. ഏത് തരം കാറ്റുകളെയാണ് നമ്മൾ സ്ഥിരവാദങ്ങൾ എന്ന് പറയാം? അപ്പൊ ഉദാഹരണമാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ, ഇവയൊക്കെയാണ് എന്താ പറയാ സ്ഥിരവാദങ്ങൾ. അപ്പൊ നമ്മൾ അതിന്റെ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞിട്ടൊരു ചാർട്ട് കണ്ടില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഇത്തരം കാറ്റുകൾ വീശുക കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഓർത്ത് വെക്കുക ഒന്നുകൂടെ. ആഗോള മർദ്ദ മേഖലകൾ അതാണ്. ഇനി നമ്മള് എന്ത് പറഞ്ഞു? സ്ഥിരവാദങ്ങൾ പറഞ്ഞു. സ്ഥിരവാദങ്ങളുടെ ഉദാഹരണവും പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണത് 2ാമത്തെ പേരായ കാലികവാദങ്ങളെ കുറിച്ചാണ്. എന്താണ് കാലികവാദം? എന്താണ് കാലികവാദം? നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ സ്ഥിരമായിട്ട് വർഷം മുഴുവൻ സ്ഥിരമായിട്ട് ഒരേ ഡയറക്ഷനിൽ വരുമ്പോൾ അത് സ്ഥിരവാദം. കാലികവാദം എന്ന് പറയുമ്പോൾ അതിൽ ചേഞ്ചസ് ഉണ്ട്. നിശ്ചിതമായ ഇടവേളകളിൽ നിശ്ചിതമായ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിനനുസരിച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുക? ഇതിന്റെ ഗതി മാറുക. ഗതി മീൻസ് അതിന്റെ ഡയറക്ഷൻ മാറുക. ഇത്തരം കാറ്റുകളെ നമ്മൾ കാലികവാദങ്ങൾ എന്നാണ് പറയുക. കാലികവാദങ്ങൾക്ക് ഉദാഹരണം ഓർത്തു വെക്കുക. കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. ഉഷ്ണ ശൈത്യകാലങ്ങളിൽ ഉണ്ടാവുന്ന മൺസൂൺ കാറ്റുകളും കാലിക വാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഡയറക്ഷൻസ് ഇടവേളകളിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെയാണ് കാലികവാദം എന്ന് പറയാ. കാലികവാദങ്ങൾക്ക് ഉദാഹരണം കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, അതേപോലെ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകൾ. അപ്പൊ നമുക്ക് എക്സാമിന് ഇതുപോലൊക്കെ ചോദിക്കാറുണ്ട്. താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും ഏതു തരം കാറ്റുകൾക്ക് ഉദാഹരണമാണ്? എന്നിട്ട് ഓപ്ഷനിൽ സ്ഥിരവാദം, അസ്ഥിരവാദം, കാലികവാദം എന്നൊക്കെ കൊടുക്കും. അപ്പൊ നന്നായിട്ട് ഓർത്താലായിരുന്നു നമുക്കത് കിട്ടുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിൽ നമ്മൾ കാലികവാദങ്ങളുടെ ഉദാഹരണമായിട്ടുള്ള കടൽക്കാറ്റും കരക്കാറ്റും ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കരക്കാറ്റും കടൽക്കാറ്റും എന്ന് പറഞ്ഞാൽ എന്താ? കരയിൽ നിന്ന് കടലിലേക്ക് വീശുകയും കരയിൽ നിന്ന് കടലിലേക്ക് വീശുകയും ചെയ്യുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്താ പറയാ? കരക്കാറ്റ്, കടൽക്കാറ്റ് എന്ന് പറയാം. ഇത് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ഡയറക്ഷനിൽ, ഏതൊക്കെ ടൈമിലാണ് വീശുന്നത് എന്ന് പറഞ്ഞാട്ടെ. കരക്കാറ്റ് വീശുന്ന സമയം, കടൽക്കാറ്റ് വീശുന്ന സമയം എന്ന് പറഞ്ഞാൽ മതി. കരക്കാറ്റ് പകലും കടൽക്കാറ്റ് രാത്രിയും. ശരിയാണോ? അല്ല, ദിയ പറഞ്ഞത് ശരിയാണോ എന്ന് മറ്റു വേറെ കുട്ടികളോടാണ് ഞാൻ ചോദിച്ചത്. യെസ്, വെരി ഗുഡ്. അപ്പൊ ദിയ പറഞ്ഞ കാര്യം ശരിയാണ്. കടൽക്കാറ്റ് വീശുന്ന സമയം ഏതാണ്? സാറ് പറഞ്ഞവന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കടൽക്കാറ്റ് വീശുന്ന സമയം
ആരും മെസ്സേജ് അയക്കാത്ത? അതെ, കടൽക്കാറ്റ് രാത്രിയിലും കരക്കാറ്റ് പകലുമാണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാനില്ല. അടുത്തത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റുമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. എന്താണ് പർവ്വതക്കാറ്റ്? ഇപ്പൊ രാത്രി കാലങ്ങളിൽ പർവ്വത ചെരുവിലെ വായു തണുത്ത് സങ്കോചി താഴത്തേക്ക് ഇറങ്ങി വരുന്ന പർവ്വതക്കാറ്റ്. അപ്പൊ പർവ്വതങ്ങളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന കാറ്റിനെ നമുക്ക് പർവ്വതക്കാറ്റ് എന്ന് പറയാം. പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്ന കാറ്റിനെ പർവ്വതക്കാറ്റ് എന്ന് പറയാം. ഇനി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അതിനെന്ത് പറയും? താഴ്വരക്കാറ്റ് എന്ന് പറയും, വാലി ബ്രീസ്. അപ്പം താഴ്വരയിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് തിരിച്ചു വീശുന്ന കാറ്റുകളെ താഴ്വരക്കാറ്റെന്നും പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്ന കാറ്റിനെ പർവ്വതക്കാറ്റെന്നും പറയും. അപ്പൊ ഇത് രണ്ടും ഡയറക്ഷൻസ് ഇതിൽ ആ ഒരു ഇത് നോക്കുക, കണ്ടോ? പിക്ചർ കണ്ടില്ലേ? അപ്പൊ പർവ്വതക്കാറ്റ് വീശുന്ന ദിശയുണ്ട്, താഴ്വര കാറ്റ് വീശുന്ന ദിശയും ഇതിൽ തന്നെ ഉണ്ട്. അതിൽ സമയം ഒന്നുകൂടെ ശ്രദ്ധിച്ചു വെച്ചാൽ മതി. രാത്രി കാലങ്ങളിലാണ് പർവ്വതക്കാറ്റ് ഉണ്ടാവുക, പകൽ സമയങ്ങളിലാണ് താഴ്വരക്കാറ്റ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ മൺസൂൺ കാറ്റുകൾ നമുക്കറിയാം. നമ്മള് കേരളത്തില് മഴ ലഭിക്കാൻ കാരണമായിട്ടുള്ള മൺസൂൺ കാറ്റ് ഏതാ? കേരളത്തിൽ മഴ ലഭിക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ ലഭിക്കുന്നത് മൺസൂണിന്റെ ആരംഭത്തോടു കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ മഴ ലഭിക്കാൻ കാരണമായ മൺസൂൺ ഏതാണ്? ആ മൺസൂണിന്റെ ആരംഭത്തോടു കൂടി അറബിക്കടലിൽ നിന്നൊരു കാറ്റ് വരിക ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ പിന്നെ കാറ്റിനൊരു പേര് പറയാറുണ്ട്. ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണോ, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണോ? എന്താ പറയാ? വെരി ഗുഡ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണെന്ന് പറയാം അല്ലെ. അപ്പൊ കാറ്റിന്റെ കാലികമായ ദിശാവ്യത്യാസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു തരം കാറ്റുകളെ നമ്മൾ മൺസൂൺ കാറ്റുകൾ, ഇവിടെ കറക്റ്റ് ഇതിൽ പറയുന്നുണ്ട് അല്ലെ. എന്താണ്? ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായ മഴ ലഭിക്കും. ഇതിനെയാണ് നമ്മൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയാം. അപ്പൊ കേരളത്തിൽ മഴ ലഭിക്കാൻ കാരണമായിട്ടുള്ള മാസങ്ങൾ നോക്കുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിലെ മഴ ലഭിക്കാൻ കാരണമായ കാറ്റുകൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. ഇപ്പൊ അതേപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മള് വടക്ക് കിഴക്കൻ മൺസൂൺ അതിന്റെ മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്. എന്താ പറയാറുള്ളത് വടക്ക് കിഴക്കൻ മൺസൂണിന്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴ ലഭിക്കുന്ന കാലത്ത് തുലാവർഷം. വെരി ഗുഡ്. ഓക്കെ, തുലാവർഷം എന്നാണ് പറയാ. വെരി ഗുഡ്. അപ്പൊ തുലാവർഷം ഉണ്ടാവില്ല ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അതിനെ നമ്മള് വടക്കു കിഴക്കൻ മൺസൂൺ എന്നാണ് പറയാ കേട്ടോ. പിന്നെ അതിൽ നമുക്ക് അടുത്തതുള്ളത് പ്രാദേശികവാദങ്ങളാണ്. അപ്പൊ നമ്മൾ സ്ഥിരവാദങ്ങൾ പറഞ്ഞു, കാലികവാദങ്ങൾ പറഞ്ഞു, കാലികവാദങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. ഇനി അടുത്തത് പ്രാദേശികവാദങ്ങൾ. പ്രാദേശികവാദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും പ്രാദേശികവാദങ്ങളിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത്. അത് ഇതിന്റെ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യങ്ങളുടെ ആ ഒരു നിജസ്ഥിതി. ഓക്കെ. അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായിട്ടുള്ള താപമർദ്ദ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാ? ലോക്കൽ വിൻസ് അഥവാ പ്രാദേശികവാദം എന്ന് പറയും. ഇപ്പൊ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് പ്രാദേശികവാദങ്ങൾക്ക് അടിസ്ഥാനം. അപ്പൊ ആ പ്രദേശത്തെ സംബന്ധിച്ചുള്ള പേരുകളാണ് ഇത്തരത്തിലുള്ള കാറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പിക്ചർ നന്നായിട്ട് നോക്കുക. ഈ ഒരു ബോക്സ് കണ്ടോ? പ്രാദേശികവാദങ്ങളുടെ പേരുകൾ ഞാൻ വായിക്കാം. ലൂ, ചിനൂക്ക്, ഫോൻ, ഹർമാറ്റൻ. ലൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചിനൂക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹർമാറ്റൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെന്നായിരിക്കും മിക്കവാറും ഒരു 80% ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ പ്രാദേശികവാദമായ ലൂ വീശുന്ന പ്രദേശം ഏതാണ്? ഉത്തരേന്ത്യൻ. അപ്പം ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന പ്രാദേശികവാദത്തിന്റെ പേരെന്ത്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്.
ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന പ്രാദേശികവാദം ഇതിന്റെ പേരാണ് ലൂ. ഏതുതരം കാറ്റാണത്? ഉഷ്ണക്കാറ്റാണോ അല്ലെങ്കിൽ എന്താണ് തണുത്ത കാറ്റാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അതിന്റെ സവിശേഷതയും ചോദിക്കാറുണ്ട്. അപ്പം ലൂ എന്നത് ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. അടുത്തത് ചിനൂക്കാണ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരുവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്നത്. അപ്പൊ ചിനൂക്ക് ചോദിച്ചത്, ചിനൂക്ക് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്ക. അതിപ്പോ അതിലൊരു വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. റോക്കി പർവ്വതച്ചെരുവ് കണ്ടില്ലേ? അപ്പൊ പർവ്വതങ്ങൾ ചോദിക്കാറുണ്ട്. ഓരോ പർവ്വതങ്ങളും ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാറില്ലല്ലോ. അപ്പൊ അതിലാണ് റോക്കി പർവ്വതം ഏത് കോണ്ടിനെന്റിലാണ് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസറും കൂടെ അതിലുണ്ട്. അത് വടക്കേ അമേരിക്കയിലാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത് വരണ്ട ഉഷ്ണക്കാറ്റാണ്. അടുത്തത് ഫൊന്നാണ്. ഫൊൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരിവ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരിവ്. അപ്പൊ അതിലും മറ്റൊരു ചോദ്യമുണ്ട്. ആൽപ്സ് പർവ്വത നിരകൾ കാണപ്പെടുന്ന കോണ്ടിനെന്റ് ഏതാന്ന് ചോദിക്കും. ഓക്കെ, ഏതാണ് ആൽപ്സ് പർവ്വത ചെരുവില്? അപ്പോൾ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഏതാന്ന് ചോദിച്ചാൽ ആൽപ്സ് പർവ്വതമാണ്. അപ്പൊ അതിൽ ഫൊന്നാണ്, വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫൊന്ന്. ഇത് യൂറോപ്പിൽ വീശുന്ന തരം കാറ്റുകളാണ്. അടുത്തത് ഹർമാറ്റൻ ആണ്. ഹർമാറ്റൻ. ഹർമാറ്റൻ എവിടെ വീശുന്നത്? ആഫ്രിക്കയിൽ വീശുന്ന ഒരു കാറ്റാണ് ഹർമാറ്റൻ. സഹാറ മരുഭൂമി അല്ലെ? സഹാറ മരുഭൂമിയുടെ പ്രത്യേകത എന്താ? എന്താ സഹാറ മരുഭൂമിയിലെ പ്രത്യേകത? ടൈപ്പ് ചെയ്തട്ടെ. സഹാറ മരുഭൂമിയുടെ പ്രത്യേകത അറിയുന്നവരില്ലേ? ഏത് കോണ്ടിനെന്റിലാണ് സഹാറ മരുഭൂമി? കോണ്ടിനെന്റ് ആണോ? ആഫ്രിക്ക. അതാ പേരിൽ തന്നെയല്ലേ അവിടെ ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി അല്ലേ? യെസ്, ചൂട് കൂടുതൽ. ഓക്കെ, വെരി ഗുഡ്. വലിയ, അതെ, മരുഭൂമി. ഓക്കെ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. ആഫ്രിക്കയിലാണ് അല്ലെ? അവിടെ വീശുന്ന ഒരു തരം കാറ്റാണ് ഹർമാറ്റൻ. കൊടും ചൂടിന് ശമനമേകുന്ന ഒരു ഉഷ്ണക്കാറ്റല്ല അപ്പോ എന്ത്? ഹർമാറ്റൻ. ബാക്കിയുള്ളത് ഉഷ്ണക്കാറ്റുകളാണ്. ഹർമാറ്റൻ എന്തല്ല? ഉഷ്ണക്കാറ്റല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു സ്ഥിരവാദം പറഞ്ഞു, കാലികവാദം പറഞ്ഞു, പ്രാദേശികവാദം പറഞ്ഞു. പ്രാദേശികവാദത്തിന്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. വീശുന്ന പ്രദേശങ്ങൾ പറഞ്ഞു, സവിശേഷതകൾ പറഞ്ഞു. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. അടുത്ത നമ്മൾ അസ്ഥിരവാദങ്ങളാണ്. നാലാമത്തതാണ്. കാറ്റുകളിലെ 4 വിഭാഗങ്ങൾ പറഞ്ഞു. അതിൽ ലാസ്റ്റ് ആണ് അസ്ഥിരവാദങ്ങൾ. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹ്രസ്വകാലം അഥവാ ചെറിയ കാലം മാത്രം നിലനിൽക്കുന്നതോ ശക്തിയോ ദിശയോ പ്രവചിക്കാനാവാത്തതുമായ കാറ്റുകളെ നമ്മൾ എന്ത് പറയാ? അസ്ഥിരവാദങ്ങൾ എന്ന് പറയാം. ശ്രദ്ധിക്കുക, ഇതിന് പ്രത്യേകിച്ച് ദിശ ഉണ്ടാവില്ല. എത്ര സ്പീഡിലാണ്, ഏത് ദിശയിലാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നിനും സ്ഥിരത ഇല്ല എന്നർത്ഥം. അപ്പൊ സ്ഥിരതയില്ലാത്ത ഡയറക്ഷൻസ്, സ്ഥിരതയില്ലാത്ത സ്പീഡ്, ഇത്തരം രീതിയിൽ വീശുന്ന കാറ്റുകളെ നമ്മൾ എന്ത് പറയാ? അസ്ഥിരവാദം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അസ്ഥിരവാദം. ഈ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തത് പറയാൻ പോകുന്നത്. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളുമാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം. ഇത് സ്ഥിരമായിട്ട് ദിശ ഇല്ലാത്തതുകൊണ്ടും സ്ഥിരമായിട്ട് ഇതിന്റെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഇതുപോലെയുള്ള ചക്രവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സൈക്ലോൺസ് എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്ത്? ഇത്തരത്തിലുള്ള ചക്രവാദങ്ങൾ അതേപോലെ പ്രതിചക്രവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല സ്ഥലത്തും മഴ കൂടുതൽ ഉണ്ടാകുന്നതും മേഘവിസ്ഫോടനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാ? ഇത്തരത്തിലുള്ള സൈക്ലോൺസ് രൂപപ്പെടുന്നത് കൊണ്ടാ. ഇപ്പൊ ന്യൂസിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ? ചക്രവാദങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? സൈക്ലോൺസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓരോ സൈക്ലോൺസിനൊക്കെ ഓരോ പേരൊക്കെ കൊടുക്കാറുണ്ട് ഓരോ രാജ്യങ്ങള്. യെസ്, കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിൽ ചക്രവാതം
എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സൈക്ലോൺസ് എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആന്റി സൈക്ലോൺസ് എന്താന്ന് കിട്ടും. അപ്പം ഈ ചക്രവാതങ്ങൾ എന്തിനായിരുന്നു ഉദാഹരണം പറഞ്ഞത്? ഏത് ടൈപ്പ് വിൻഡിനായിരുന്നു നമ്മൾ ചക്രവാതം എന്ന് പറഞ്ഞത്? ഏത് ടൈപ്പ് ഓഫ് വിൻഡിനാണ് നമ്മൾ ചക്രവാതം അല്ലെങ്കിൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞത്? ടൈപ്പ് ചെയ്താട്ടെ. യെസ്, അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം. അപ്പൊ ചക്രവാതം എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥയാണ് നമ്മൾ എന്താ പറയുക, ചക്രവാതം എന്ന് പറയാം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, കാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പ്രഷർ കൂടിയ റീജിയനിൽ നിന്നും പ്രഷർ കുറഞ്ഞ റീജിയനിലേക്ക് അതിന്റെ എന്താണ് എയർ സർക്കുലേറ്റ് ചെയ്തതിന് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ത് പറയുമ്പോൾ ഈ പിക്ചർ നോക്കുക, ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കണ്ടില്ലേ? ഡാർക്ക് പിങ്കുള്ള സ്ഥലമുണ്ട്, ലൈറ്റ് പിങ്കുള്ള സ്ഥലമുണ്ട് അല്ലെ? അപ്പൊ ഇതിലിവിടെ ലൈറ്റ് പിങ്കുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറവുള്ള റീജിയനാണ്. ഈ ഡാർക്ക് പിങ്കുള്ള റീജിയൻ എന്ന് പറഞ്ഞാല് പ്രഷർ കുറവുള്ള റീജിയൻ, ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ കുറച്ച് മർദ്ദമുള്ള സ്ഥലം. മറ്റേത് ഹൈ പ്രഷർ റീജിയൻ എന്ന് പറഞ്ഞാൽ ചുറ്റുള്ളത് ഹൈ പ്രഷർ. അപ്പം ഒരു മിനിറ്റ്, അപ്പൊ പ്രഷർ കൂടിയ റീജിയൻ ആണ് ചുറ്റുള്ളത്, പ്രഷർ കുറഞ്ഞ റീജിയന് നടുക്കുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി കാറ്റ് ഇങ്ങോട്ടായിരിക്കും പോവാ, ഓട്ടോമാറ്റിക്കലി കാറ്റ് ഇങ്ങോട്ടാ പോവാ, ഈ പിങ്കിലേക്കാണോ അല്ലെങ്കിൽ ഡാർക്ക് പിങ്കിലേക്കാണോ പോവാ? ഈ പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചറിൽ ലൈറ്റ് പിങ്കിന്റെ സൈഡിൽ നിന്നുള്ള കാറ്റ് ഏത് സൈഡിലേക്കാണ് പോവാന്നാ ചോദിക്കുന്നത്. യെസ്, ഡാർക്ക് പിങ്കിലേക്ക് അല്ലെ? അപ്പൊ ന്യൂനമർദ്ദം ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കാണ് ഈ ചുറ്റുള്ള മർദ്ദം ഉള്ള സ്ഥലത്തുള്ള കാറ്റ് പോവാ. യെസ്, അപ്പൊ ഇങ്ങനെ കാറ്റ് വീശുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ചക്രവാതം അഥവാ സൈക്ലോൺസ് എന്ന് പറയാം. ചക്രവാതം അഥവാ സൈക്ലോൺസ് എന്ന് പറയാം. അപ്പം ഇതില് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഉത്തരാർദ്ധഗോളം എന്താണ്, ദക്ഷിണാർദ്ധഗോളം എന്താന്ന് പറഞ്ഞില്ലായിരുന്നോ? യെസ്, വെരി ഗുഡ് ആദർശ്. സൈക്ലോൺ ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് ഭൂമിയെ ഒരു എന്താണ് രണ്ട് അർദ്ധഗോളങ്ങളാകുമ്പോൾ വടക്ക് ഭാഗത്തേക്ക് വരുന്നതിന് നമ്മൾ ഉത്തരാർദ്ധഗോളം എന്നും മറ്റു ഭാഗത്താകുമ്പോൾ ദക്ഷിണാർദ്ധഗോളം എന്ന് പറയും. അപ്പൊ ആ കാറ്റ് വീശുന്ന ദിശകളാണ് ഇത്. ഇവിടെ ആകുമ്പോൾ എന്താണ് എതിർ ഘടികാര ദിശയിൽ, ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ് എന്ത് വീശാണ്, ചക്രവാതങ്ങൾ വീശ. അതും കൂടെ എഴുതി വെക്കട്ടോ. ഉത്തരാർദ്ധഗോളത്തിലെ എതിർ ഘടികാര ദിശ ഉണ്ടോ, എതിർഘടി, അത് ഘടികാരം എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോക്ക്. അപ്പൊ ആന്റി ക്ലോക്ക് വേസിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വീശ, ചക്രവാതം വീശ. ഇനിയിപ്പം ദക്ഷിണാർദ്ധഗോളത്തിലാവുമ്പം ചക്രവാതം ഏത് ദിശയിലാണ് വീശുന്നത്, ക്ലോക്ക് വൈസിൽ. അതും കൂടെ ഓർത്ത് വെക്കട്ടെ, അത് ചോദിക്കാറുണ്ട്. ഓരോ അർദ്ധഗോളത്തിലും ഏത് രീതിയിലാണ് കാറ്റുകൾ വീശുക എന്നുള്ളത്. അപ്പം മനസ്സിലായി അല്ലേ? നെക്സ്റ്റ് നമ്മൾ പ്രതിചക്രവാതം. അപ്പൊ നേരത്തെ കറക്റ്റ് ഓപ്പോസിറ്റ്, അതിനെ നമ്മൾ എന്താ പറയാ, ആന്റി സൈക്ലോൺസ് അഥവാ പ്രതിചക്രവാതം എന്ന് പറയും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നോക്കുക അല്ലെ, ഇവിടെ ഒരു ഡയഗ്രാം കണ്ടില്ലേ? ഇത് നോക്കുക, ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഉച്ചമർദ്ദം, ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ളത് ഉച്ചമർദ്ദം, ഈ ലൈറ്റ് പിങ്ക് ഉള്ളത് ന്യൂനമർദ്ദം. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ മർദ്ദം കുറവ്, ഉച്ചമർദ്ദം പറഞ്ഞാൽ മർദ്ദം കൂടുതൽ. അപ്പം കാറ്റ് എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുക? കാറ്റ് എവിടെ നിന്ന് എവിടേക്കായിരിക്കും സഞ്ചരിക്കുക? ലൈറ്റ് പിങ്ക് അല്ലല്ലോ, ഓക്കെ, ലൈറ്റ് ബ്ലൂയിലേക്ക്. വെരി ഗുഡ്, അതാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. യെസ്, സോറി, ബ്ലൂ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടിയ റീജിയൻ, ഉച്ചമർദ്ദം പ്രഷർ കൂടിയതാ. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ കുറവ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെൻട്രൽ പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രഷർ കൂടിയ ഭാഗത്തു നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് കാറ്റുകൾ വീശി തുടങ്ങും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രതിചക്രവാതം. സൈക്ലോൺസിന് നേരെ ഓപ്പോസിറ്റ് അതാണ് ആന്റി സൈക്ലോൺസ്. ഉത്തരാർദ്ധഗോളത്തിലെ ഘടികാര ദിശയ്ക്കും ദക്ഷിണാർദ്ധഗോളത്തിലെ എതിർ ഘടികാര ദിശയിലും അല്ലെ, ക്ലോക്ക് വൈസിലും ഇവിടെ ആന്റി ക്ലോക്ക് വൈസിലുമാണ്. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ദിശയിലാണ്, ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിശയിലാണ്. അപ്പൊ ക്ലാസ് കഴിയുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ചോദിക്കും കേട്ടോ, അപ്പൊ എന്തായിരുന്നു പറഞ്ഞത് എന്നൊക്കെ. അപ്പൊ 4 ടൈപ്പ് കാര്യങ്ങളാണ് കാറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞൊന്ന് മെസ്സേജ് അയച്ചിട്ട് ഇന്നിപ്പോ എടുത്തത് ഏതൊക്കെ ടൈപ്പ് കാറ്റുകളാണ്,
ഒന്ന് മെസ്സേജ് ചേട്ടാ മനസ്സിലായവര്. കാറ്റുകൾ എത്ര വീതമായിരുന്നു പറഞ്ഞേ? കാറ്റുകൾ എത്ര വീതം? യെസ് 4. ഫസ്റ്റത്തെ ഏതായിരുന്നു? വെരി ഗുഡ് വെരി ഗുഡ്. ഫസ്റ്റത്തെ ഏതായിരുന്നു? സ്ഥിരവാദം. വെരി ഗുഡ്. സ്ഥിരവാദങ്ങൾക്ക് പറയുന്ന വേറെ 2 പേരുകൾ എന്തൊക്കെയായിരുന്നു? സ്ഥിരവാദങ്ങൾക്ക് പറഞ്ഞ 2 പേര് പറഞ്ഞു. യെസ്, ആഗോളവാദങ്ങൾ, നിരന്തരവാദങ്ങൾ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? സ്ഥിരവാദം കഴിഞ്ഞിട്ട് കാലികവാദം അല്ലേ? സോറി, അതിൽ ആഗോളവാദങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞട്ടെ. ആഗോളവാദത്തിന് ഉദാഹരണം ആഗോളവാദത്തിന് ഉദാഹരണം യെസ്, വാണിജ്യവാദം. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ കാലികവാദം പറഞ്ഞു അല്ലേ? കാലികവാദത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞട്ടെ. യെസ്, പശ്ചിമവാദം. കാലികവാദത്തിന് ഉദാഹരണം പറഞ്ഞട്ടെ. കടൽക്കാറ്റ്, കരക്കാറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ കാലികവാദം. പിന്നെ പറഞ്ഞത് ഏതായിരുന്നു? മൂന്നാമത് പറഞ്ഞത് ഏതായിരുന്നു? കടൽക്കര, പ്രാദേശികവാദം. മൂന്നാമത് പറഞ്ഞത് പ്രാദേശികവാദം. പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയായിരുന്നു പറഞ്ഞേ? പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണം വെരി ഗുഡ്. ലൂ ഓക്കെ, ലൂ. ചിനൂക്ക് വെരി ഗുഡ്. ഹർമാറ്റൻ ഓക്കെ ഓക്കെ. ഫോൻ വെരി ഗുഡ്. 4 എണ്ണം അല്ലെ? അപ്പൊ ഓരോന്നിന്റെ സ്വഭാവങ്ങളൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 4ാമത്തെ വിധം കാറ്റ് ഏതായിരുന്നു? നാലാമത്തെ അസ്ഥിരവാദങ്ങൾ. ഓക്കെ, അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു 2 എണ്ണം? അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം ചക്രവാതങ്ങൾ. വെരി ഗുഡ്. സൈക്ലോൺ. യെസ്, സൈക്ലോൺ ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ ഏതായിരുന്നു? സൈക്ലോൺസ് ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ. യെസ്. ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ. ഓക്കെ. പ്രതിചക്രവാതം, ആന്റി സൈക്ലോൺസ്. ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ, ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന ദിശ. ഇങ്ങനെ സ്പീഡ് ചോദിച്ചാലും മാറി ചോദിച്ചാലും മാസം കഴിഞ്ഞ ചോദിച്ചാലും ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് അടുത്ത നമ്മൾ അത് കഴിഞ്ഞു. കാറ്റ് എന്നുള്ള ഒരു ടോപ്പിക് അതിൽ കഴിഞ്ഞു. ഇനി വരുന്നത് അറ്റ്മോസ്ഫിയർ ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത. അപ്പൊ സൈഡ് ഹെഡിങ് എഴുതുക. വെരി ഗുഡ് ഭാഗ്യ. അടുത്തത് ആർദ്രത. എന്താണ് ആർദ്രത? അപ്പൊ സൈഡ് ഹെഡിങ് എഴുതുക. ആർദ്രത കേട്ടിട്ടുണ്ടോ? ആർദ്രത പറഞ്ഞാല് കേട്ടിട്ടുണ്ട് അല്ലേ? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു താപ ബജറ്റ്, പിന്നെ അതേപോലെ സൂര്യരശ്മികള് ഭൂമിയിൽ നിന്ന് ചൂട് പിടിച്ച് വരുന്നത്, അങ്ങനെയുള്ള അല്ലെ? വികിരണം, അതേപോലെ സൂര്യവികിരണം എന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? സൗരവികിരണം, അതേപോലെ ഭൗമ വികിരണം ഒക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? അതുപോലെ അതിന്റെ ഫലമായിട്ട് എന്താകും? ജലം ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ജലം ചൂടാകുമ്പോൾ ചൂട് പിടിച്ചിട്ട് നീരാവിയായിട്ട് ഉയർന്നു പോകുന്നത് കണ്ടില്ല? അതുപോലെ സൂര്യതാപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായിട്ട് എത്തും. അപ്പം അന്തരീക്ഷത്തിൽ എന്താവും? ഈ ജലകണികകളൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പൊ അന്തരീക്ഷത്തിലുള്ള ജലകണികകളുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയാം. അപ്പൊ ജലബാഷ്പം അദൃശ്യമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് അന്തരീക്ഷ ആർദ്രത. ഓക്കെ ആണല്ലോ? ഈ അന്തരീക്ഷ ആർദ്രത മനസ്സിലാക്കിയാലാണ് ഇനി ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവാം. വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? ഇതുപോലെ സൂര്യരശ്മികൾ അല്ലെങ്കിൽ സൂര്യതാപമേറ്റ് വെള്ളം എന്താവും? വെള്ളം അന്തരീക്ഷത്തിലേക്ക് അതിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയും. ഹ്യൂമിഡിറ്റി. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹ്യൂമിഡിറ്റി. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ്
റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത. എന്താണ് ആപേക്ഷിക ആർദ്രത? ഇപ്പൊ കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിലെ ആകെ ജലാകിരണ ശേഷി ഇൻറ്റു 100. ഇതിനെയാണ് നമ്മൾ ആപേക്ഷിക ആർദ്രത എന്ന് പറയാം. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്താണ്? കേവല ആർദ്രതയെ അന്തരീക്ഷത്തിൽ ആകെ ജലം ആഗിരണം ചെയ്യാനുള്ള ശേഷിയെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആപേക്ഷിക ആർദ്രത കിട്ടും. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ നോക്കുക. ഇതില്ലേ ഹൈഗ്രോമീറ്ററും വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും കണ്ടോ? ഹൈഗ്രോമീറ്റർ സൗണ്ട് മിസ്സായില്ലേ, സോറി. ഹൈഗ്രോമീറ്ററും വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോ, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാ? അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്തട്ടെ. യെസ്, ഹ്യൂമിഡിറ്റി അളക്കാൻ തന്നെ. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. പിന്നെ വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും അന്തരീക്ഷ ആർദ്രത കണക്കാക്കാം. ആ ബോക്സ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ചും വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചും നമുക്ക് ഹ്യൂമിഡിറ്റി അളക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും എക്സാമിന് നമ്മളോട് ചോദിക്കാറുള്ളത് ഹൈഗ്രോമീറ്റർ ആണ്. സാച്ചുറേഷൻ ലെവൽ കണ്ടോ? അടുത്ത പോയിന്റ് ഉണ്ടല്ലോ, സാച്ചുറേഷൻ ലെവൽ. എന്താണ് സാച്ചുറേഷൻ ലെവൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. അന്തരീക്ഷം പൂർണ്ണമായും ഇതുപോലെ ജലകണികകളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് പൂർണ്ണമായിട്ടും ജലകണികകളായിട്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇതിനെ നമ്മൾ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയാം കേട്ടോ. സാച്ചുറേഷൻ ലെവൽ. അങ്ങനെ പിന്നെ അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ പൂരിതാംഗം അഥവാ സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കും. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, സാച്ചുറേഷൻ പോയിന്റ് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം ഏത് ഒരു അന്തരീക്ഷം ഏതൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് അതിൽ ജലപൂരിതമാവുക എന്ന് നോക്കാം. അപ്പൊ അന്തരീക്ഷത്തിൽ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ പിന്നെ ജലകണികകൾ കൂടുതലായ സമയം ചിലപ്പോൾ നിൽക്കൂല. അപ്പോൾ തണുത്ത് നിൽക്കല് ഊഷ്മാവ് കുറയുന്ന അവസ്ഥയിലായിരിക്കും ജലത്തിനെ കണ്ടന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എയറിന് ഉണ്ടാവുക. അപ്പൊ ഏതൊരു പിന്നെ ഡിഗ്രി അളവിലാണോ അതിന്റെ ഒരു പിന്നെ കപ്പാസിറ്റി ഉണ്ടാവുക, അതിനെ നമുക്ക് എന്ത് പറയാം? സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയാം. സാച്ചുറേഷൻ ലെവൽ എന്താണ്? സാച്ചുറേഷൻ പോയിന്റ് എന്നാണ് ഓർത്ത് വെക്കുക. അന്തരീക്ഷത്തിൽ പൂർണ്ണമായിട്ടും ജലകണികകളായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയെ സാച്ചുറേഷൻ ലെവൽ എന്നും ഏത് ഡിഗ്രി അളവിലാണ് ഈ സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തുന്നത് അതിനെ നമുക്ക് സാച്ചുറേഷൻ പോയിന്റ് എന്നും പറയാം. അടുത്തത് നമ്മൾ പറയുന്നത് ഇത്രയും, അതായത് ആർദ്രത മനസ്സിലാക്കിയാലേ നമുക്ക് പറയാൻ പോകുന്ന ഘനീകരണം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആർദ്രത പറഞ്ഞാൽ എന്തായിരുന്നു? ആർദ്രത മനസ്സിലാക്കിയാലേ നമുക്ക് ഘനീകരണം എന്താന്ന് മനസ്സിലാവുള്ളൂ. എന്തായിരുന്നു ആർദ്രത? മെസ്സേജ് ചേട്ടെ. ആർദ്രത എന്താ? അപ്പൊ മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. ആർദ്രത പറഞ്ഞ എന്തായിരുന്നു? അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ്. ഓക്കെ, അന്തരീക്ഷത്തിലുള്ള ജലകണികളുടെ അളവിനെ നമുക്ക് എന്താ പറയാം? ആർദ്രത എന്ന് പറയും. അപ്പൊ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കുറയുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം എന്ത് ചെയ്യും? ഘനീകരിക്കും, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥകൾ മാറും മനസ്സിലാക്കുക. വെരി ഗുഡ് ദിയ, വെരി ഗുഡ്. അപ്പോൾ എന്ത് ചെയ്യും? അവസ്ഥകൾ മാറും. അപ്പോൾ അവസ്ഥകൾ മാറുന്നതിനെ നമ്മൾ എന്താ പറയാ? ഘനീകരണം എന്ന് പറയാം. അപ്പൊ ഘനീകരണ രൂപങ്ങൾ ഉദാഹരണ സഹിതം പറയുമ്പോൾ എന്താണ് ഘനീകരണം, ഘനീകരണത്തിന്റെ ഒരു അവസ്ഥകൾ ഒക്കെയാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ ജലാംശത്തെ ഘനീഭവിച്ച് ജലകണികകളായിട്ട് മാറുമ്പോൾ മാത്രമാണ് അന്തരീക്ഷ ജലസാന്നിധ്യം നമ്മൾ ദൃശ്യമാകുന്നത്. അത് ശരിയാ. അപ്പൊ ആ കാര്യം നോക്കുക. അത് സാധാരണ രീതിയിൽ അന്തരീക്ഷത്തിലെ ജലകണികകൾ ഉണ്ട് നമുക്ക് മനസ്സിലാവുമോ? സാധാരണ പോകുമ്പോ ഇല്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഘടകങ്ങൾ ഏതാ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ
അല്ലെ നമ്മൾ പറയും പൊടിപടലങ്ങൾ ഉണ്ട്, ജലാംശം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അന്തരീക്ഷത്തിലുള്ള ഘടകങ്ങൾ എന്താന്ന് ചോദിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ട്, ജലാംശങ്ങൾ ഉണ്ട് നമ്മൾ പറയും. പക്ഷെ നമ്മള് എന്താ പറയാ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഈ പൊടിപടലങ്ങളോ ജലാംശങ്ങളോ നമുക്ക് കാണാൻ പറ്റൂല. പക്ഷെ ആ ജലം എന്താവുന്നു, മഴയായിട്ട് പെയ്യുമ്പോൾ നമ്മൾ കാണും, മഞ്ഞായിട്ട് വരുമ്പോൾ നമ്മൾ കാണും, അതേപോലെ ഫോഗായിട്ട് വരുമ്പോൾ നമ്മൾ കാണും. ഇല്ലേ? കാണുമല്ലേ? യെസ്, കാണും. അപ്പോൾ ഓൾറെഡി ആ അറ്റ്മോസ്ഫിയറിലുള്ള ജലകണികകളാണ് ഈ രൂപത്തിലേക്ക് മാറുന്നത്. ഓക്കെ. അപ്പോൾ അന്തരീക്ഷത്തിലെ ജലം ഘനീകരിച്ച് ഏതൊക്കെ രൂപങ്ങളിലേക്കാണ് മാറുന്നത് എന്നാണ് അടുത്തത് പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള ജലം ഘനീകരിച്ച് ഏതൊക്കെ രൂപത്തിലേക്കാണ് മാറുന്നത്? ഏതൊക്കെയാണ്? പിക്ചറിൽ തന്നെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. തുഷാരം, ശ്രദ്ധിക്കണേ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ആണ്. തുഷാരം, ഹിമം, മൂടൽ മഞ്ഞ്, മേഘം. അപ്പൊ അന്തരീക്ഷത്തിലുള്ള ജലം ഈ രൂപങ്ങളിലേക്കാണ് മാറുക. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ഘനീകരണ രൂപങ്ങൾ. ഘനീകരണ രൂപങ്ങൾ ഏതൊക്കെ ഘനീകരണ രൂപങ്ങള് ഒന്നുകൂടെ പറയാം. തുഷാരം, ഹിമം, മൂടൽ മഞ്ഞ്, മേഘം. ഈ 4 അവസ്ഥകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 അവസ്ഥ എന്തായാലും കണ്ടിട്ടുണ്ടാവും. 4ാമത്തെ അവസ്ഥ വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. തുഷാരം എന്നുള്ള അവസ്ഥ കണ്ട ആരെങ്കിലും ഉണ്ടോ? തുഷാരം എന്നുള്ള അവസ്ഥ കണ്ടവരൊന്ന് മെസ്സേജ് അയക്കും. ആരും കണ്ടവരില്ലേ? യെസ്, കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. തുഷാരം എന്ന് പറഞ്ഞത്, അപ്പൊ രാത്രി കാലത്ത് എന്ത് ചെയ്യും? ഭൂമിയില് സൂര്യപ്രകാശം ഇല്ല. അപ്പൊ ആ സമയത്ത് ഭൂമി ഓട്ടോമാറ്റിക്കലി തണുക്കും അല്ലെ? ഇപ്പൊ ഭൗമോപരിതലം എന്ന് പറയാം, ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ ഭൗമോപരിതലം. അപ്പൊ രാത്രി കാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കും. അപ്പൊ നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്തുറഞ്ഞ് പ്രതലങ്ങളിൽ പറ്റി പിടിച്ചു നിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? തുഷാരം എന്ന് പറയാം. കണ്ടില്ലേ? ആ ഒരു ഗ്രീൻ ഒരു ചെടിയിൽ വെള്ളത്തുള്ളികൾ നിൽക്കുന്ന കണ്ടില്ലേ? ഇതിനെയാണ് നമ്മൾ തുഷാരം എന്ന് പറയാം. ഈ തുഷാരം എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, രാത്രി കാലങ്ങളിൽ ഭൂമി തണുക്കും. ഭൂമി തണുക്കുമ്പോൾ ഈ ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രതലത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഭൂമിയിലെ നമ്മൾ ഈ നിലം എന്നൊക്കെ പറയില്ല, താഴ്ന്ന ഭാഗത്തേക്കുള്ള ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തിലുള്ള വെള്ളം എന്ത് ചെയ്തു? തണുത്ത് ഇതുപോലെ വെള്ളത്തുള്ളികളായിട്ട്, ശരിക്കും ഐസിന്റെ തുള്ളികളെ പോലെ ആയിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ പുൽക്കൊടികളിലൊക്കെ പറ്റിപ്പിടിക്കും. അപ്പൊ അത് കഴിഞ്ഞൊരു ഏകദേശം സൂര്യനൊക്കെ ഉദിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ തുഷാരം നമുക്ക് കാണാൻ പറ്റൂല. അതെ, ജലകണികകളാണ് നീരാവിയായിട്ട് അല്ലെ? നീരാവി തന്നെ ജലകണികകളായിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തോടുള്ള ഭാഗത്തുള്ള ഈ ജലകണികകൾ എന്താവും? ഇതുപോലെ തുഷാരായിട്ട് പറ്റിപ്പിടിക്കും. പിന്നെ നമ്മൾ സൂര്യനൊക്കെ ഉദിച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഈ വെള്ളമൊക്കെ വറ്റിപ്പോവും. പിന്നെ നമ്മൾ പുൽ നാമ്പുകളിലൊന്നും ഇതുപോലെ തുഷാരം കാണൂല. അടുത്തത് ഹിമം. രണ്ടാമത്തതാണ് ഹിമം. ഹിമം എന്ന് പറഞ്ഞാൽ ഐസായിട്ട് ആകുന്നത് അല്ലെ? അതിനെ ഹിമം എന്ന് പറയാം. അപ്പൊ അന്തരീക്ഷ താപനില 0°C താഴെയായിട്ട് കുറയുന്ന പ്രദേശങ്ങളിലാണ്, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് ഈ തുഷാരത്തിന്റെ സ്ഥാനത്ത് നേർത്ത എന്താ പറയും ഐസിന്റെ കണികകൾ രൂപം കൊള്ളും. ഇതിനെയാണ് നമ്മൾ ഹിമം എന്ന് പറയാം. ഹിമം പറഞ്ഞാൽ എന്താണ്? മഞ്ഞ്, ഐസ് എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ അന്തരീക്ഷ താപനില ഡിഗ്രി. അപ്പൊ വെള്ളം ഐസാകാനുള്ള താപനില എത്രയാണ്? വെള്ളം ഐസാവാനുള്ള താപനില 0°. വെരി ഗുഡ്. അപ്പോൾ അന്തരീക്ഷ താപനില അതുപോലെ 0° ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഐസ് ഉണ്ടാവുക. അപ്പം അന്തരീക്ഷത്തിലെ ജലകണികകൾ 0°യിൽ എത്തുമ്പോൾ ഐസ് ആവുന്നതിന് നമ്മൾ ഹിമം എന്ന് പറയും. മൂന്നാമത്തേതാണ് മൂടൽമഞ്ഞ്. ഈ മൂടൽമഞ്ഞ് അല്ലെ അഥവാ മിസ്റ്റ്, ഫോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഈ മിസ്റ്റ്, ഫോഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങള്? മൂടൽമഞ്ഞ് കണ്ടവരൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചട്ടെ. മൂന്നാർ പോയപ്പോ കണ്ടിട്ടുണ്ട്. യെസ്, കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ പോയപ്പോ കണ്ടേ? മൂന്നാറിൽ പോയി കണ്ടിട്ടുണ്ട്. യെസ്. വേറെ ആരും കണ്ടില്ലേ? കൊടൈക്കനാൽ പോയപ്പോ കണ്ടിട്ടുണ്ട്. ഊട്ടിയിൽ പോയപ്പോ കണ്ടിട്ടുണ്ട്. യെസ്. വയനാട്ടിലേക്ക് കയറി പോകുമ്പോ കണ്ടവരില്ലേ? ഏകദേശം
ഇത്തരത്തിലുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഊട്ടി, കൊടൈക്കനാല്, വയനാട്, അങ്ങനെ ഏകദേശം പർവ്വത മേഖലകളിലേക്കൊക്കെ നമ്മൾ ഹില്ലി ഏരിയകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള മൂടൽമഞ്ഞും ഫോഗൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫോഗും പിന്നെ മിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മൂടൽ മഞ്ഞ് അതേപോലെ തന്നെ അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അപ്പൊ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലാണ് മൂടൽമഞ്ഞ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ രണ്ടിനെയും നമ്മൾ ഇതിന്റെ ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയാ കേട്ടോ. മിസ്റ്റിനെയും ഫോഗിനെയും ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കിയിട്ട്. അപ്പൊ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ഫോഗ്. അപ്പോൾ ഫോഗ് വന്നാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഫ്രണ്ടിലേക്ക് ഒന്നും കാണാനേ പറ്റില്ല, വണ്ടി ഒന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പ്രയാസമായിരിക്കും. മിസ്റ്റ് വന്നാൽ ഏകദേശം നമുക്ക് ദൂരമുള്ള നേർത്ത രീതിയിലുണ്ടാവും, മുന്നിലുള്ള സാധനങ്ങളെ വ്യക്തമായിട്ടൊക്കെ കാണാൻ പറ്റും മിസ്റ്റ് ഉണ്ടെങ്കിൽ. പക്ഷെ ഫോഗ് വന്നാൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ മൂടൽമഞ്ഞിനെ രണ്ട് രീതിയിൽ പറയാന്നർത്ഥം, നേർത്ത മൂടൽമഞ്ഞെന്നും കനത്ത മൂടൽമഞ്ഞെന്നും. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഘനീകരണത്തിന്റെ 4ാമത്തെ രൂപമാണ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെ ക്ലൗഡ്സ് അഥവാ മേഘങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ വലിപ്പം, അത് ശ്രദ്ധിക്കണേ, വലിപ്പം 0.001 സെന്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. അപ്പൊ വെയിറ്റ് കൂടി കഴിഞ്ഞാല്, ജലകണികൾ വെയിറ്റ് കൂടിയാൽ അന്തരീക്ഷത്തിൽ നിൽക്കോ? ഇല്ല. അപ്പൊ 0.001 സെന്റിമീറ്ററിലും താഴെ ആയതുകൊണ്ടാണ് ഇവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഘനീകരണത്തിന്റെ 4 രൂപങ്ങൾ. അപ്പോൾ ആർദ്രത പറഞ്ഞാൽ അന്തരീക്ഷത്തില് തങ്ങി നിൽക്കുന്ന വെള്ളത്തിന്റെ അളവാണ്. അപ്പൊ അതിലുള്ള ഊഷ്മാവിലെ വ്യത്യാസം അനുസരിച്ച് അതിന്റെ രൂപങ്ങളിൽ വ്യത്യാസം വരും. അതിലൊന്നാണ് തുഷാരം, 2ാമത്തത് ഹിമം, 3ാമത്തത് മൂടൽമഞ്ഞ്, 4ാമത്തത് മേഘം. ക്ലിയർ ആണോ? ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ഇത് വായിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കാറ്റിനെ പോലെ പറഞ്ഞ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. വായിച്ചു കഴിഞ്ഞാണെങ്കിൽ ഓക്കെ പറയണ, അല്ലെങ്കിൽ യെസ് പറഞ്ഞ് മെസ്സേജ് അയക്കണേ. എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത് നമ്മൾ മേഘങ്ങളാണ് പറയാൻ പോണത്. ആകാശത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള മേഘങ്ങൾ, ആ മേഘങ്ങളുടെ ആ ഷേപ്പും കാര്യങ്ങളും കൊണ്ട് ഓരോന്നിനും എന്തൊക്കെ രൂപത്തിലാണ് പറയുന്നത്. പിക്ചർ കാണുന്നുണ്ടോ? യെസ്, കാണില്ലേ? ഏതൊക്കെ പേരുകളാ കാണുന്നത് ഈ പിക്ചറിൽ? സിറസ് മേഘങ്ങൾ, പിന്നെ ക്യൂമുലസ്. യെസ്, പിന്നെ സിറസ്, ക്യൂമുലസ്, സ്ട്രാറ്റസ്, നിംബസ്. ഇതിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ മേഘങ്ങൾ കണ്ടിട്ടെ മഴമേഘങ്ങൾ എന്ന് പറയുന്ന മേഘം ഏതാ? ഇത് കണ്ടിട്ട് മഴമേഘങ്ങൾ എന്ന് പറയുന്ന മേഘം ഏതാ തോന്നുന്നത്? വെരി ഗുഡ്, നിംബസ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ 4 മേഘങ്ങളും പ്രീവിയസ് ആണ് കേട്ടോ. അപ്പൊ പിക്ചർ നന്നായി നോക്കുക. ഇത് സിറസ് മേഘങ്ങളാണ് അല്ലെ. ഇത് ഹൈറ്റിലുള്ള ഉയർന്ന വിതാനങ്ങളിലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഈ ഉയർന്ന വിതാനങ്ങളിലെ മേഘങ്ങൾ കണ്ടില്ലേ, തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ എന്താ പറയാ? സിറസ് മേഘങ്ങൾ. 2ാമത്തെ ക്യൂമുലസ് കണ്ടില്ലേ, ക്യൂമുലസ് മേഘങ്ങള്. നിംബസിനെ കണ്ടാൽ തന്നെ അറിയാം മഴ പെയ്യാനായിട്ടുണ്ട് എന്നുള്ള മനസ്സിലാവുന്ന ടൈപ്പ് മേഘങ്ങളാ. പിന്നെ സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പൊ ഇതിന്റെ 4ന്റെ പ്രത്യേകത, അതിൽ ഒന്നിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയില് വളരെ ഉയർന്ന വിതാനങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സിറസ് മേഘങ്ങൾ. എഴുതി വെക്കണേ. അതാണ് ഫസ്റ്റ് പിക്ചറിലുള്ളത്, സിറസ് മേഘങ്ങൾ.
രണ്ടാം, താഴ്ന്ന വിതാനങ്ങൾ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങൾ നമുക്ക് എന്ത് പറയാം? സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയാം. കണ്ടോ, ഇതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. സെക്കൻഡ് വൺ, സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് രൂപം കൊള്ളുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കാം. അടുത്തത്, ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങൾ നമുക്ക് ക്യൂമുലസ് മേഘങ്ങൾ എന്ന് പറയാം. സെക്കൻഡ് വൺ ആണ് ക്യൂമുലസ്. അപ്പോൾ ഇതിലിങ്ങനെ ചോദിക്കാറുണ്ട്, എന്താണ് കോളിഫ്ലവറിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ഏതൊക്കെയാ? ഏതാണ് ഇതിലെ കോളിഫ്ലവറിന്റെ ആകൃതിയിലുള്ള മേഘം എന്ന് ചോദിച്ചാല് ഏതാ കോളിഫ്ലവറിന്റെ ആകൃതിയുള്ള മേഘം? ക്യൂമുലസ്. വെരി ഗുഡ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെയുള്ള മേഘം ഏതാ? ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ തോന്നുന്ന മേഘം ഏതാ? ക്യൂമുലസ്. അടുത്തത്, താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ എന്ത് മേഘങ്ങൾ എന്നാ പറയാ? ഇരുണ്ട മഴമേഘങ്ങളെ എന്താ പേരിൽ പറയാ? നിംബസ് മേഘങ്ങൾ അല്ലെ. അപ്പം സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തി വിടാത്തതിനാണ് അത് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. മറ്റേതിലൊക്കെ സൂര്യപ്രകാശം കടക്കും. ഇതില് നിംബസ് മേഘങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ നിറയെ വെള്ളം ഇരിക്കും. വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതിൽ കൂടെ പ്രകാശരശ്മികൾ കടന്നു പോകൂല. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആകാശം കറുത്തിരുണ്ട് നിൽക്കുക. അപ്പൊ നമ്മൾ പറയും മഴ വരാനായിട്ടുണ്ട്. അപ്പൊ നിറയെ നിംബസ് മേഘങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ 4 വിധം മേഘങ്ങൾ പറഞ്ഞു: സിറസ് മേഘം, ക്യൂമുലസ്, നിംബസ്, സ്ട്രാറ്റസ്. SCERT-യിൽ ഇതുള്ളൂ. ഇതിന്റെ ഇനിയും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓരോന്നിനും ഡിഫറെന്റ് ടൈപ്സുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് അത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. 4 അതൊന്ന് വായിച്ചു നോക്കുക. മേൽപ്പറഞ്ഞ മേഘങ്ങൾ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. ഇത്തരം മേഘങ്ങളെ നമ്മൾ സിറോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യൂമോനിംബസ്, നിംബോസ്ട്രാറ്റസ് എന്ന പേരുകൾ. അപ്പൊ ഇതിന്റെ പേര് മാത്രം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഡീറ്റെയിലിംഗ് ഇതിലില്ല. അതുകൊണ്ട് അത് പഠിക്കേണ്ട, ശ്രദ്ധിക്കുക. അങ്ങനെ പഠിക്കേണ്ടെന്നല്ല, നമ്മുടെ ടെക്സ്റ്റ് ബേസിൽ നമ്മൾ പഠിച്ചോ. ഇതിലിപ്പോ നമുക്ക് ഇത് മതി കേട്ടോ. ഈ SCERT ടെക്സ്റ്റ് ബേസിലെ ക്ലാസ് ആയതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിലിംഗ് പറയാറ്. അടുത്ത് നോക്കുക, വർഷണം വർണ്ണൽ എന്താണ്? പ്രസിപ്റ്റേഷൻ. എന്താണ് വർഷണം? എന്താ വർഷണം? കേട്ടിട്ടുണ്ടോ? വർഷണം എന്ന് പറഞ്ഞാല് വർഷണത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാട്ടെ. ടൈപ്പ് ചെയ്തേട്ടെ വർഷണത്തിന്റെ ഉദാഹരണം. ആലിപ്പഴം. പിന്നെ സ്ഥിരമായിട്ട് കാണുന്നതാണോ ആലിപ്പഴം? സ്ഥിരമായിട്ട് കാണുന്ന ഒരു രൂപം എന്താ? മഴ. വെരി ഗുഡ്. റെയിൻ. യെസ് മഴ അല്ലെ. അപ്പൊ ഒന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ആർദ്രത പറഞ്ഞു, ഹ്യൂമിഡിറ്റി ആണ്, അല്ലെങ്കിൽ ജലകണികകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. പിന്നെ അത് കൂടിയിട്ട് മേഘങ്ങളാവും പറഞ്ഞു. അപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലെ ഘനീകരണ പ്രക്രിയയിലൂടെ മേഘങ്ങളിൽ ജലകണികകൾ ഇങ്ങനെ കൂടി അതിന്റെ വലിപ്പം കൂടി വരും. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയില്ല. അപ്പൊ വെയിറ്റ് ഇങ്ങനെ കൂടുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അതിന് അവിടെ തങ്ങി നിൽക്കാൻ കഴിയാതെ വരും. അപ്പൊ കഴിയാതെ വരുന്ന സമയങ്ങളിൽ പിന്നെ വാട്ടർ കണ്ടന്റ് ആ ഒരു തങ്ങി നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകും. പല രൂപങ്ങളിലാണ് പോവുക. അപ്പൊ പലതരത്തിലുള്ള ഊഷ്മാവിലെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ രീതിയിൽ നിന്ന് പുറത്തേക്ക് പോവുക. അപ്പം ജലകണികകള് അന്തരീക്ഷത്തിൽ നിന്ന്, മേഘങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ആ ഒരു രൂപത്തെയാണ് നമ്മൾ എന്ത് പറയാ? വർഷണം എന്ന് പറയും. അപ്പൊ മേഘങ്ങളിൽ നിന്ന് ജലകണികൾ മോചിപ്പപ്പെടുക, റിലീസ് ചെയ്യുന്ന വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുന്ന ആ ഒരവസ്ഥയെ നമുക്ക് എന്ത് പറയാം? വർഷണം എന്ന് പറയും. വർഷണത്തിന്റെ ഉദാഹരണങ്ങളിൽ ഒന്ന് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മഴ, നേരത്തെ പറഞ്ഞ മഞ്ഞു വീഴ്ച, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആലിപ്പഴ വീഴ്ച എന്നിവ വർഷണത്തിന്റെ പല രൂപങ്ങളാണ്. ഈ മഴ, മഞ്ഞു വീഴ്ച, ആലിപ്പഴ വീഴ്ച ഇത് മൂന്നും ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാല് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന താപത്തിലുള്ള വ്യത്യാസമാണ്. ചൂട് കൂടുകയും കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ രൂപങ്ങളിൽ എന്തുണ്ടാവാം? വ്യത്യാസം ഉണ്ടാവാം എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഇതിലിതാ ജലത്തുള്ളികളായി നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായ വർഷണ രൂപം ഏതാണ്? എക്സാമിന് ചോദിച്ചാൽ എന്ത് എഴുതണം?
മഴ എന്ന് എഴുതണം. ഇവിടെ നോക്കുക, ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങൾ, തണുപ്പുള്ള പ്രദേശങ്ങൾ, മിതോഷ്ണ കാലാവസ്ഥ, മിതമായിട്ട് കാലാവസ്ഥ അനുഭവപ്പെടുന്നത്, ചൂടോ തണുപ്പോ ഓവർ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. ഇത്തരം സ്ഥലങ്ങളിലും ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0°C താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമപ്പരലുകളുടെ രൂപത്തിൽ, അപ്പൊ മഞ്ഞു തുള്ളികളുടെ രൂപത്തിൽ, അതായത് അന്തരീക്ഷത്തിലുള്ള ആർദ്രത മഞ്ഞു തുള്ളികളുടെ രൂപത്തിൽ വീഴുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? മഞ്ഞു വീഴ്ച അഥവാ സ്നോഫോൾ എന്ന് പറയും. ഐസൊക്കെ വീഴുന്നത് നമ്മൾ എന്ത് പറയും? സ്നോഫോൾ എന്ന് പറയും. ഐസിന്റെ രൂപത്തിൽ വീഴുമ്പോൾ അതിന് നമ്മൾ സ്നോഫോൾ എന്ന് പറയും. അപ്പോൾ ഈ സ്നോഫോളിൽ വളരെ നേർത്ത പടലങ്ങളായിട്ടാണ് വീഴുക. അടുത്തത് നോക്കുക, മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട ജലകണികൾ അന്തരീക്ഷത്തിന്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നു. പാളികളായി തണുത്തുറഞ്ഞ മഞ്ഞുകട്ടകൾ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുമ്പോൾ അതിന് ആലിപ്പഴ വീഴ്ച അഥവാ ഹെയിൽ സ്റ്റോൺ എന്ന് പറയും. അപ്പൊ മഴയാകുമ്പോൾ ഡയറക്റ്റ്ലി വെള്ളത്തിന്റെ രൂപത്തിൽ വരും. കുറച്ചും കൂടെ ആ വെള്ളം ഘനീഭവിക്കുമ്പോൾ അത് മഞ്ഞു വീഴ്ചയുടെ രൂപത്തിൽ വരും. വിവിധ ഘട്ടങ്ങളിൽ ഈ മഞ്ഞ് വീണ്ടും വീണ്ടും കട്ടി കൂടി വരുമ്പോൾ അതിനെന്ത് പറയും? ആലിപ്പഴ വീഴ്ച എന്ന് പറയും. അപ്പൊ ഈ രീതിയിലാണ് വർഷണം. അപ്പൊ വെള്ളം പല രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? വർഷണം എന്ന് പറയാം. വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഴയും മഞ്ഞു വീഴ്ചയും ആലിപ്പഴ വീഴ്ചയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി അവിടുത്തെ നമ്മൾ വിവിധ തരത്തിലുള്ള മഴ ഏതൊക്കെയാണെന്നുള്ളത്, അപ്പൊ ഇതിൽ പറഞ്ഞ രീതിയിലുള്ള മഴ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫസ്റ്റ് പറഞ്ഞത് പർവ്വതമഴ. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഒന്ന് ടൈപ്പ് ചെയ്തായിട്ട് അറിയുന്നവര്. ആർക്കും അറിയില്ലേ പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം? ഓറോളജി പറഞ്ഞാൽ എന്താ? ഓറോളജി, യെസ്, വെരി ഗുഡ്. ഓറോളജി അല്ലേ? അപ്പൊ ഓറോളജി പറഞ്ഞാല് പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ഇവിടെ നോക്കുക, പർവ്വതമഴ. പർവ്വതമഴ പറഞ്ഞെന്താ? യെസ്, വെരി ഗുഡ്. ഓറോഗ്രാഫിക് റെയിൻഫോൾ. എന്താണ്? ഓറോഗ്രാഫിക് റെയിൻഫോൾ. അപ്പോൾ ഇവിടെ പറയുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് റെയിൻ ഏതാണ്? പർവ്വതമഴയാണ്, അഥവാ ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം അറിയുന്നവർക്ക് അറിയാം ഓറോഗ്രാഫി എന്താണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, എന്താണ് പർവ്വതമഴ? കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ്. അപ്പോൾ നീരാവി പൂരിതമായ കാറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഉള്ള കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ തട്ടി മുകളിലേക്ക് ഉയരും. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വത വശത്ത് ഘനീകരണത്തിന് കാരണമാവുകയും മഴമേഘങ്ങളുടെ രൂപീകരണത്തിന് ഇടയാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ നമുക്ക് പർവ്വതമഴ അഥവാ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയും. മനസ്സിലായോ? ഓറോഗ്രാഫിക് റെയിൻഫോൾ ക്ലിയർ ആയോ? ഇവിടെ അതായി പിക്ചർ നോക്കി ഏകദേശം മനസ്സിലാകണ്ടോ? ഇതിൽ താഴ്ന്നത് ഓറോഗ്രാഫി ഒന്നുകൂടെ പറയണം. ഓക്കെ. കടലിൽ നിന്ന്, ഇപ്പൊ ഞാൻ പറയലുണ്ട്, കടലാവട്ടെ കരയിലെ ഏത് ഭാഗത്തും വാട്ടറിന്റെ കണ്ടന്റ് ഉള്ള സ്ഥലത്തുനിന്ന് എന്താ പറയാ, വെള്ളം ചൂട് പിടിച്ച് നീരാവിയായിട്ട് മുകളിലേക്ക് പോകും. അപ്പൊ കടലിൽ നിന്ന് നീരാവി പൂരിതമായ കാറ്റ്, നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് വരും. കടലിൽ നിന്ന് കരയിലേക്ക് വരുന്ന കാറ്റ് മുകളിലേക്ക് വരുമ്പോ എവിടെയൊക്കെ പോവാ? സീ ലെവലിന് ഹൈറ്റിലേക്ക് വരുമ്പോൾ പർവ്വതങ്ങളിലെ മുകളിലേക്കല്ലേ വരിക. അപ്പൊ പർവ്വത ചെരുവുകളിൽ തട്ടി ഉയരുകയും ഇതിന് കാറ്റിന് അഭിമുഖമായ പർവ്വത വശത്ത് ഘനീകരിക്കുകയും മഴമേഘങ്ങളുടെ രൂപീകരണം. ഇതിന് ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ നമുക്ക് വേഗം മനസ്സിലാവും. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞു മൺസൂൺ കാറ്റുകൾ എന്ന് പറഞ്ഞില്ലേ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞില്ലേ. ഈ കാറ്റ് എവിടുന്നാ വരുന്നത്? ഈ കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എവിടുന്നാ വരുന്നത്? കരയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ നിന്നാ? ഓർത്തിട്ടൊന്ന് മെസ്സേജ് അയക്കും. ആർക്കും അറിയില്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏത് കടലിൽ നിന്നാണ് വരുന്നത്? ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? അറിയില്ലേ?
അതായത് പടിഞ്ഞാറ് അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റല്ലേ മൺസൂൺ കാറ്റുകളെ, അറബിക്കടലിൽ നിന്നല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ നോക്ക, കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ്. അപ്പൊ കടലിൽ നിന്ന് വരുന്ന കാറ്റ്, വെരി ഗുഡ്, അറബിക്കടൽ. ആ അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് എവിടെ എത്തും? ഇവിടെതാ കരയിൽ പ്രവേശിക്കും, കരയിൽ പ്രവേശിക്കും. എന്നിട്ട് പർവ്വത ചരിവുകളിൽ തട്ടി ഉയരും. ഈ കാറ്റ് ഇങ്ങനെ, കാറ്റിന്റെ ഇതിനനുസരിച്ചത് പടിഞ്ഞാറ് വരുന്ന കാറ്റ് എങ്ങോട്ടാ പോവാ? പടിഞ്ഞാറ് വരുന്ന കാറ്റ് എങ്ങോട്ടാ പോവാ? ഇങ്ങോട്ടാ പോവാ? ഏത് ദിശയിലൊക്കെ പോവാ ഈ പടിഞ്ഞാറുന്ന് വരുന്ന കാറ്റ്? ആലോചിച്ച് ഒന്ന് മെസ്സേജ് ചെയ്യും. പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കല്ലേ പോവാ? ആ ഓപ്പോസിറ്റ് ദിശ ഏതാന്നാ ചോദിക്കുന്നത്. വെസ്റ്റ് സൈഡ് പടിഞ്ഞാറ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഈസ്റ്റ്. യെസ്, ഈസ്റ്റ്, കിഴക്ക്. കിഴക്ക് വശത്തേക്കല്ലേ പോവാ. അപ്പൊ നമ്മൾ ഈ കേരളത്തിന് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ അറബിക്കടലിൽ വരുന്ന കാറ്റ് കിഴക്ക് വശത്തേക്ക് പോകുമ്പോ അവിടെ എന്താ ഉള്ളത്? ഏത് പർവ്വതമാണുള്ളത് അവിടെ? ഏത് പർവ്വതമാണുള്ളത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത്? പശ്ചിമഘട്ടം. അപ്പം അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് ആദ്യം കരയിൽ പ്രവേശിച്ചു. കരയിൽ നിന്ന് എന്ത് ചെയ്യും? ഹൈറ്റിലേക്ക് ഇങ്ങനെ പോയി കിഴക്ക് വശത്തേക്കാ പോകുന്നത്. അവിടെ എന്തുണ്ട്? പശ്ചിമഘട്ട മലനിരകളുണ്ട്. ഇവിടെ നോക്ക, കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഈ കാറ്റിന് അഭിമുഖമായിട്ടുള്ള പർവ്വത വശത്ത് എന്തെങ്കിലും, അപ്പൊ ഈ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് തണുക്കുമല്ലോ. തണുത്ത് അവിടെ എന്ത് ചെയ്യും? മഴയായിട്ട് പെയ്യും. ഇത്തരം മഴയെ നമ്മൾ എന്താ പറയാ? പർവ്വത മഴ, അതാ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയാം. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനിയിപ്പോ ഇതിന്, അതായത് ഇപ്പൊ പർവ്വതത്തിന് ഇവിടെ അങ്ങനെ മഴ പെയ്തു, അപ്പൊ ഓട്ടോമാറ്റിക്കലി പോണ കാറ്റ് ഇവിടെ തട്ടി മഴയായിട്ട് പെയ്തു. അതിൽ എന്ത് ചെയ്തു? ബാക്കി അപ്പുറത്തെ സൈഡിലേക്ക് മഴ കിട്ടുമില്ലേ? ഈ സൈഡിലും മഴ കിട്ടി, അപ്പുറത്തെ സൈഡ് മഴ കിട്ടുമില്ലേ? ഇല്ല, കിട്ടൂല. അപ്പൊ ആ സ്ഥലത്തിനെ പറയുന്ന പേരാണ് മഴനിഴൽ പ്രദേശം അഥവാ റെയിൻ ഷാഡോ റീജിയൻ. പർവ്വതങ്ങളുടെ അപ്പുറത്തെ സൈഡ് മഴ കിട്ടുകയും മറ്റേ സൈഡ് മഴ കിട്ടൂല. അതിനെയാണ് നമ്മൾ എന്താ പറയാ? റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനിഴൽ പ്രദേശം. അപ്പൊ ഇതിൽ നിന്ന് ഒരു ചോദ്യം എക്സാമിന് ചോദിക്കാറുണ്ട്, കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണെന്ന്. ചിന്നാർ. ചിന്നാർ ഏത് ജില്ലയിലാ? ചിന്നാർ ഏത് ജില്ലയിലാ? ഇടുക്കി. ഇടുക്കി ജില്ലയില്. അതെ, യെസ്, വെരി ഗുഡ്. അപ്പൊ പശ്ചിമഘട്ടം നമുക്കറിയാം ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 6 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം അഗസ്ത്യാർകൂടം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിലെ എന്തുണ്ട്? പശ്ചിമഘട്ട മലനിരകളുടെ സാമീപ്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അറബിക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകള് കരയിൽ പ്രവേശിച്ച് നേരെ കിഴക്ക് ദിശയിലേക്ക് പോകുമ്പോൾ പശ്ചിമഘട്ടം അതിനെന്തെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് കേരളത്തിൽ മഴയായിട്ട് പെയ്യും. അപ്പോൾ കേരളത്തിന് അപ്പുറത്തുള്ള, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന് അപ്പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും? മഴ കുറയും. അപ്പൊ കേരളത്തിൽ തന്നെ ഉള്ള പശ്ചിമഘട്ടത്തിന്റെ ബാക്കിലായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ. ഈ ചിന്നാറിൽ മഴ കിട്ടൂല. അതുകൊണ്ടാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശമായിട്ട് നമ്മൾ ചിന്നാറിനെ പറയുന്നത്. അപ്പൊ ചിന്നാറ് PSC എക്സാമുകളുടെ സ്ഥിരം ചോദ്യമാണ്. അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പൊ നമ്മൾ പറഞ്ഞത് മഴനിഴൽ പ്രദേശം. പിന്നെ ചോദിക്കുന്നത് അവിടെ 2 തരം വന്യജീവികളെ സംരക്ഷിക്കുന്നുണ്ട്. ഏതാണ് 2 തരം വന്യജീവികളെ സംരക്ഷിക്കുന്നത് ചിന്നാറില്? വംശനാശ ഭീഷണി നേരിടുന്ന 2 തരം വന്യജീവികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ചിന്നാറ്. അപ്പൊ ചിന്നാറ് ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അതിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത്. ഏതൊക്കെ അവിടെ സംരക്ഷിക്കപ്പെടുന്നത് അറിയോ? നക്ഷത്രാമ, ചാമ്പൽ മലയണ്ണാൻ. വെരി ഗുഡ്. നക്ഷത്രാമയും ചാമ്പൽ മലയണ്ണാനെയും സംരക്ഷിക്കുന്നത് ചിന്നാറിലാണ്, കേരളത്തിലെ മഴനിഴൽ പ്രദേശം. നക്ഷത്രാമ. അപ്പൊ എന്താണ് റെയിൻ ഷാഡോ റീജിയൻ എന്നും എന്താണ് പർവ്വത മഴ എന്നും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തതാണ് കൺവെൻഷണൽ റെയിൻഫോൾ അഥവാ സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാൽ. കൺവെൻഷണൽ റെയിൻഫോൾ അഥവാ സംവഹന വൃഷ്ടി, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് നമ്മൾ കാണുന്നിട്ടില്ല.
അപ്പൊ സംവഹന പ്രക്രിയയിലൂടെ, സംവഹനം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, ഭൂമിയിലുള്ള വെള്ളം ചൂട് പിടിച്ച് നീരാവിയായിട്ട് മുകളിലേക്ക് പോകും, എന്നിട്ട് ഘനീഭവിച്ച് മഴയായിട്ട് താഴോട്ട് പെയ്യും. ഇത്തരത്തിലുണ്ടാകുന്ന മഴയാണ് നമ്മൾ സംവഹന വൃഷ്ടി അഥവാ കൺവെൻഷണൽ റെയിൻഫോൾ എന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ സാധാരണ രീതിയിൽ വേനൽ മഴ ഒക്കെ പറയാറില്ലേ? വേനൽ മഴ ഒരു സംവഹന വൃഷ്ടിക്ക് ഉദാഹരണമാണ്. ഈ സംവഹന വൃഷ്ടി ഉച്ചയ്ക്ക് ശേഷമുള്ള, അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയും, 4 മണി മഴ അഥവാ 4 o'clock റെയിൻഫോൾ എന്നും ഇതിനെ പറയും. അപ്പം പർവ്വതമഴയും സംവഹന വൃഷ്ടിയുമാണ് ഇതിൽ. പിന്നെ അടുത്തത് ചക്രവാത വൃഷ്ടി. നേരത്തെ നമ്മൾ പറഞ്ഞ സൈക്ലോൺസ് ഉണ്ടാവുന്നത് പറഞ്ഞില്ലായിരുന്നോ? ഹൈ പ്രഷർ റീജിയനിന്ന് ലോ പ്രഷർ റീജിയനിന്ന് ഹൈ പ്രഷർ റീജിയനിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാവും താപവും മർദ്ദവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവും, സൈക്ലോൺസിൽ റെയിൻഫോൾസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയാം. അധികം എന്തായിരിക്കും, ഇത് ഹെവി റെയിൻഫോൾസ് ആയിരിക്കും ചക്രവാതം മൂലം ഉണ്ടാകുന്നത്. ഹെവി. അപ്പോൾ സാധാരണ രീതിയിൽ കടലിൽ ചക്രവാതം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഉണ്ടാവുന്ന കാറ്റ് എന്ത് ചെയ്യും, കരയിലേക്ക് വരികയും ഉയർന്ന തോതിലുള്ള മഴയ്ക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയാം. ഇതിനെ വാതമുഖ മഴ എന്നും പറയാം. അതായത് വാതകങ്ങളും പ്രതിവാതകങ്ങളും ചൂടും അതിന്റെ പ്രഷറും തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടാണ് മഴ ഉണ്ടാവുക. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. 10th സ്റ്റാൻഡേർഡിൽ SCERT ഫസ്റ്റ് ചാപ്റ്റർ